ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മാങ്ങ വെച്ചിട്ടൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 2 ലെയറായിട്ടുള്ള മാംഗോ മിൽക്ക് പുഡിംഗ് ആണ്. പിന്നെ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസോ ജലറ്റിനോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പിന്നെ മാങ്ങയുടെ സീസണൊക്കെ ആയത് കാരണം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് പാലൊന്ന് തിളച്ച് വരട്ടെ. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു കപ്പിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ള രീതിയിൽ കോൺഫ്ലോർ എടുക്കാം. പാല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ എപ്പോഴും പറയുന്നതാണ്, കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം കുറുകിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഏകദേശമൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിൽ കോൺഫ്ലോറിന് പകരം കസ്റ്റാർഡ് പൗഡർ കയ്യിലുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുക്കാൻ, കയ്യിലുണ്ടായപ്പോൾ ചേർത്ത് കൊടുത്തെന്ന് മാത്രം, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് പഴുത്തിട്ട് നല്ല മധുരമുള്ള നല്ല 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുത്തിട്ടുള്ള മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ പുഡിങ് ഇതുപോലൊരു ബൗളിലും കുറച്ച് ഗ്ലാസ്സിലും ആയിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കോൺഫ്ലോറിൻ്റെ മിക്സ് പകുതി ഈ ഒരു ബൗളിലും ഗ്ലാസ്സിലായിട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഒഴിച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാംഗോയുടെ മിക്സ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നേരിട്ടും സെർവ് ചെയ്യാം. പക്ഷേ കുറച്ച് സമയം വെക്കുന്നത് കാരണം കളറ് മാറി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് മധുരം കുറവുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മധുരം റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ കൂടുതൽ സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി ഒന്ന് വെന്ത് കിട്ടിയാലും മതി. ഇത് വെച്ചിട്ട് സെക്കൻഡ് ലെയറും സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ലെയറുകൾക്കിടയിൽ നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഗ്ലാസ്സുകളിലൊക്കെ കോൺഫ്ലോറിൻ്റെ മിക്സ് വെച്ചിട്ട് ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പുഡിങ് സെറ്റാക്കി എടുക്കുന്നതും ലെയറൊക്കെ സെറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരു ചുരുങ്ങിയതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. തണുത്തിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മിൽക്ക് പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.